ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2023 സെപ്റ്റംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് 2023 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2023 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. 2023 സെപ്റ്റംബറിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. മുൻപത് പാലക്കാടായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും രണ്ടാമത്തെ വലിയ ജില്ല പാലക്കാടുമാണ്. ഓക്കെ. ഇനി കേരളത്തിൽ ആദ്യമായി കാലിഗ്രഫി ഫെസ്റ്റിവലിന് വേദിയായത് കൊച്ചിയാണ്. കേരളത്തിൽ ആദ്യമായി കാലിഗ്രഫി ഫെസ്റ്റിവൽ, കയ്യെഴുത്ത് ഫെസ്റ്റിവൽ, കേരളത്തിൽ ആദ്യമായി കാലിഗ്രഫി ഫെസ്റ്റിവലിന് വേദിയായത് കൊച്ചിയാണ്. അടുത്തത്, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായത് KV മനോജ് കുമാറാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായതാരാണ്? KV മനോജ് കുമാറാണ്. ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, രണ്ടാമത്തെ വലിയ ജില്ല പാലക്കാട്, കേരളത്തിൽ ആദ്യമായി കാലിഗ്രഫി ഫെസ്റ്റിവലിന് വേദിയായത് കൊച്ചി, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായത് KV മനോജ് കുമാർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് വിസാറ്റ്. ഏതാണ്? വിസാറ്റ്. അടുത്തത്, 15ാമത് 2022 ബഷീർ പുരസ്കാരം ലഭിച്ചത്. 2022 15ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദനാണ്. അദ്ദേഹത്തിൻ്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2022 15ാമത് ബഷീർ പുരസ്കാര ജേതാവ് M. മുകുന്ദൻ. കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. ഓക്കെ. അടുത്തത്, 2021 ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചത്. 2021 ദാദാസാഹിബ് പുരസ്കാരം കൊടുത്തത് 2023 2021 ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാനാണ്. ആർക്കാണ്? വഹീദ റഹ്മാൻ. 2021 ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാൻ. ആദ്യമായിട്ട് പുരസ്കാരം ലഭിച്ചത് ദേവിക റാണി റോറിച്ചിനാണ്. അതും കൂടെ ഓർത്തേക്കണം. ആദ്യ പുരസ്കാരം ലഭിച്ചത് ദേവിക റാണി റോറിച്ച് 1969. ഓക്കെ. അടുത്തത്, ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള ഏകാത്മക പ്രതിമ അനാവരണം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള ഏകാത്മക പ്രതിമ അനാവരണം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശിലാണ്. അടുത്തത്, ആദ്യമായി റെയിൽവേ ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട വനിത ആരാണ്? ആദ്യമായി റെയിൽവേ ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട വനിത ജയവർമ്മ സിൻഹയാണ്. ആരാണ്? ജയവർമ്മ സിൻഹ. ഒന്നുകൂടി നോക്കാം. 2021 ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാൻ. ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള ഏകാത്മക പ്രതിമ അനാവരണം ചെയ്തത് മധ്യപ്രദേശിലാണ്. ആദ്യമായി റെയിൽവേ ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിയമിക്കപ്പെട്ട വനിത ജയവർമ്മ സിൻഹ. ഓക്കെ. അടുത്തത്, വേൾഡ് ഫുഡ് പ്രൈസ്, ലോക ഭക്ഷ്യ പുരസ്കാരം. വേൾഡ് ഫുഡ് പ്രൈസ് 2023 ലഭിച്ചത് സ്വാതി നായിക്കിനാണ്. വേൾഡ് ഫുഡ് പ്രൈസ്, ലോക ഭക്ഷ്യ പുരസ്കാരം 2023 ലഭിച്ചത് സ്വാതി നായിക്. അടുത്തത്, ദ സ്റ്റോറി ടെല്ലർ എന്നത് ആരുടെ ചിത്രമാണ്? ദ സ്റ്റോറി ടെല്ലർ എന്നത് ആരുടെ ചിത്രമാണ്? ഉത്തരം അമൃത ഷെർഗിൽ. ദ സ്റ്റോറി ടെല്ലർ അമൃത ഷെർഗിലിൻ്റെയാണ്. അടുത്തത്, ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം 2023 ലഭിച്ചത്. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം 2023 ലഭിച്ചത് ഡോക്ടർ AT ബിജുവിനാണ്. ഓക്കെ. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ AT ബിജു. അടുത്തത്, 2023 മക്സാസെ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. ഏഷ്യയിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന മക്സാസെ പുരസ്കാരം 2023 നേടിയ ഇന്ത്യക്കാരൻ ഡോക്ടർ രവി കണ്ണനാണ്. 2023 മക്സാസെ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ രവി കണ്ണൻ. 2023 മക്സാസെ പുരസ്കാരം നേടിയ ബംഗ്ലാദേശുകാരനാണ് കോർവി രക്ഷന്ത്. 2023 മക്സാസ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ഡോക്ടർ രവി കണ്ണൻ. 2023 മക്സാസെ പുരസ്കാരം നേടിയ ബംഗ്ലാദേശുകാരനാണ് കോർവി രക്ഷന്ത്. ഓക്കെ. അടുത്തത്, 2023 സെപ്റ്റംബറിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത്. 2023 സെപ്റ്റംബറിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് സിനിമാ നടനും സംവിധായകനായ R. മാധവനാണ്. 2023 സെപ്റ്റംബറിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് R. മാധവൻ. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, 2023 G20 ഉച്ചകോടിയുടെ വേദി. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം വസുദൈവ കുടുംബകം എന്നാണ്. വസുദൈവ കുടുംബകം, വേദി ഇന്ത്യ. ഇനി 2024 G20 ഉച്ചകോടി വേദി ബ്രസീലാണ്. 2023 ഉച്ചകോടി വേദി G20 ഉച്ചകോടി വേദി ഇന്ത്യ. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ 41ാമത് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ട് മാറിയത്. ഇന്ത്യയുടെ 41ാമത് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി മാറിയത് ശാന്തിനികേതനാണ്, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനാണ് ഇന്ത്യയുടെ 41ാമത് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ട് മാറിയത്. ഓക്കെ. അടുത്തത്, ആധാർ ലിങ്ക്ഡ് ജനന രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം. ആധാർ ലിങ്ക്ഡ് ജനന രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം നാഗാലാൻഡാണ്. അടുത്തത്, വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഒന്നുകൂടെ, ആധാർ ലിങ്ക്ഡ് ജനന രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം നാഗാലാൻഡ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഓക്കെ. അടുത്തത്, 2023 സെപ്റ്റംബർ 1 കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനം ഏത്? 2023 സെപ്റ്റംബർ 1 കൽപ്പിത സർവകലാശാല, ഡീംഡ് യൂണിവേഴ്സിറ്റി. 2023 സെപ്റ്റംബർ 1 കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമാണ് NCERT. ഏതാണ്? NCERTക്കാണ് 2023 കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത്. അടുത്തത്, ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേനയിൽ അംഗമായ കേരള പോലീസിൽ നിന്നുള്ള ആദ്യ വനിതാ അംഗം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേനയിൽ അംഗമായ കേരള പോലീസിൽ നിന്നുള്ള ആദ്യ വനിതാ അംഗം K. പ്രീതയാണ്. ആരാണ്? K. പ്രീത. അടുത്തത്, ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ ആരുടേതാണ്? ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ ഡോക്ടർ എബ്രഹാം ജോസഫിൻ്റേതാണ്. ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ ഡോക്ടർ എബ്രഹാം ജോസഫിൻ്റേതാണ്. അടുത്തത്, ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്നത് ആരുടെ ആത്മകഥയാണ്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്നത് TN ശേഷന്റെ ആത്മകഥയാണ്. ഇന്ത്യയുടെ മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന TN ശേഷന്റെ ആത്മകഥയുടെ പേരാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ഓക്കെ. അടുത്തത്, ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോയുടെ ഓർമ്മ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഓപ്പറേഷൻ പോളോയുടെ ഓർമ്മ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 17-നാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ പോളോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ സൈനിക നടപടികളിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടതാണ് 1948 സെപ്റ്റംബർ 17. ആ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് 1948 സെപ്റ്റംബർ 17-നാണ്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 17 ഓപ്പറേഷൻ പോളോയുടെ ഓർമ്മ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ. അടുത്തത്, ഒഡീഷ സ്പീക്കറായി നിയമിക്കപ്പെട്ട ആദ്യ വനിത. ഒഡീഷ സ്പീക്കറായി നിയമിക്കപ്പെട്ട ആദ്യ വനിത പ്രമീള മാലിക്കാണ്. ആരാണ്? പ്രമീള മാലിക്. അടുത്തത്, 2023 ആഗോള സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന് വേദിയായ നഗരം. 2023 ആഗോള സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന് വേദിയായ നഗരം മുംബൈയാണ്. 2023 ആഗോള സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? മുംബൈ. അടുത്തത്, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകനാണ് KG ജോർജ്. KG ജോർജിൻ്റെ ആദ്യ സിനിമ സ്വപ്നാടനമായിരുന്നു. KG ജോർജിൻ്റെ ആദ്യ സിനിമയാണ് സ്വപ്നാടനം. അടുത്തത്, 2024 ഓസ്കാറിലോട്ട് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇന്ത്യൻ എൻട്രിയായി തിരഞ്ഞെടുത്ത സിനിമ ഏതാണ്? 2024 ഓസ്കാറിലോട്ട് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇന്ത്യൻ എൻട്രിയായി തിരഞ്ഞെടുത്ത സിനിമ മലയാള സിനിമയായ 2018 സിനിമയാണ്. 2018 എവരിവൺ ഈസ് എ ഹീറോ. 2024 ഓസ്കാറിലോട്ട് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇന്ത്യൻ എൻട്രിയായി തിരഞ്ഞെടുത്ത സിനിമയാണ് 2018. ഓക്കെ. അടുത്തത്, 62ാമത് 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി. 62ാമത് 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലമാണ്. 2023 സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൻ്റെ വേദി കുന്നംകുളം, തൃശ്ശൂരിലെ കുന്നംകുളമാണ്. 2023 സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൻ്റെ വേദി കുന്നംകുളം, തൃശ്ശൂർ ജില്ല. 62ാമത് 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലം. ഓക്കെ.
അടുത്തത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏതാണ്? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. കണ്ണൂരിലെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഓക്കെ. അടുത്തത് കേരളത്തിലെ സർക്കാർ വാഹനങ്ങൾക്കുള്ള പൊതുവായ രജിസ്ട്രേഷൻ നമ്പർ. ഇനി മുതൽ കേരളത്തിലെ സർക്കാർ വാഹനങ്ങൾക്കുള്ള പൊതുവായ രജിസ്ട്രേഷൻ നമ്പർ KL90 ആണ്. കേരളത്തിലെ സർക്കാർ വാഹനങ്ങൾക്കുള്ള പൊതുവായ രജിസ്ട്രേഷൻ നമ്പറാണ് KL90. അടുത്തത് മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗോൾഡ് അവാർഡ് നേടിയത്. മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗോൾഡ് അവാർഡ് നേടിയത് കാന്തല്ലൂർ പഞ്ചായത്താണ്. ഇടുക്കിയിലെ കാന്തല്ലൂർ പഞ്ചായത്തിനാണ് മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗോൾഡ് അവാർഡ് നേടിയത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2023 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഒരു ക്ലാസ്സും കൂടെ സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. അതോടുകൂടി നമ്മൾ സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.